ദൈവം തൻ്റെ പുത്രനായ യേശുവിനെ നമ്മുടെ പാപങ്ങളുടെ പരിഹാരത്തിനു വേണ്ടി ഈ താണഭൂമിയിലേക്ക് അയച്ചു. നാം എല്ലാവരും മരിക്കേണ്ടതിന് പകരം നമ്മുടെ കർത്താവായ യേശു ക്രൂശിൽ മരിച്ചു. നമ്മുടെ പാപത്തിൻ്റെ ശമ്പളമായ മരണം യേശു ഏറ്റുവാങ്ങി. പാപമെന്തെന്നറിയാത്ത പരിശുദ്ധ ദൈവം ദാസരൂപമെടുത്തു. നമ്മെപ്പോലെ മനുഷ്യവേഷത്തിലായി തന്നെത്താൻ താഴ്ത്തി, ക്രൂശിലെ മരണത്തോളം താഴ്ത്തി നമ്മെ രക്ഷിക്കുവാൻ ദൈവസന്നിധിയിൽ അനുസരണം കാണിച്ചു. ഗെത്സമനയിൽ മുട്ടുകുത്തി പ്രാർത്ഥിക്കുമ്പോൾ പിതാവിനോട് യേശു പറഞ്ഞു, കഴിയുമെങ്കിൽ ഈ പാനപാത്രം ഒന്ന് നീക്കണം. ലോകത്തിൻ്റെ പാപഭാരമാണ് ചുമക്കുന്നത്. എങ്കിലും എൻ്റെ ഇഷ്ടമല്ല പിതാവേ, അങ്ങയുടെ ഇഷ്ടം തന്നെ ആകട്ടെ എന്ന് പറഞ്ഞ് നമ്മെ വീണ്ടെടുക്കുവാൻ തന്നെ ഏൽപ്പിച്ചു കൊടുത്തു. അതികഠിനമായ ഭാരമായിരുന്നു അത്. യേശു ഗെത്സമനയിൽ മുട്ടുകുത്തി പ്രാർത്ഥിച്ചു. സ്വർഗത്തിൽ നിന്ന് ദൂതൻ ഇറങ്ങി വന്നു യേശുവിനെ ശക്തിപ്പെടുത്തി. യേശു നമ്മുടെ പാപങ്ങളെ ചുമന്നു. നമ്മുടെ പാപത്തിൻ്റെ ശിക്ഷ എപ്രകാരമായിരിക്കും എന്നറിയാൻ നാം യേശുവിനെ ഒന്ന് നോക്കിയാൽ മതി. എത്ര മൃഗീയമായിട്ടാണ് യേശുവിനെ അവർ ക്രൂശിച്ചത്. അതേ പ്രിയപ്പെട്ടവരെ, പാപത്തിൻ്റെ ശമ്പളമായ മരണം അതെത്രയോ ഭയാനകമാണ്. യേശു കഷ്ടപ്പെട്ടത് നമുക്ക് നിത്യജീവൻ ഉണ്ടാകാൻ വേണ്ടിയാണ്, നാം നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയാണ്, നമുക്ക് പാപമോചനം നൽകി തരാൻ വേണ്ടിയാണ്. ഈ ലോകത്തിലെ സകല മനുഷ്യർക്കും ദൈവം രക്ഷ ഒരുക്കിയിരിക്കുകയാണ്. ഇപ്പോഴാകുന്നു സുപ്രസാദകാലം, ഇപ്പോഴാകുന്നു രക്ഷാദിവസം. മാനസാന്തരപ്പെടുക. നമ്മുടെ എല്ലാവരുടെയും പാപങ്ങൾക്ക് വേണ്ടി യേശു ക്രൂശിൽ മരിച്ചെന്ന സത്യം തിരിച്ചറിയുക. യേശുവേ, ഞാനൊരു പാപിയാണ്, അവിടെ നിന്റെ രക്ഷകനാണ്. ഞാൻ മരിക്കേണ്ടതിന് പകരമാണ് അവിടെ നിന്ന് ക്രൂശിൽ മരിച്ചത്. ഞാൻ വിശ്വസിക്കുന്ന കർത്താവേ, എൻ്റെ പാപങ്ങൾ എന്നോട് ക്ഷമിക്കണമേ, എന്നെ സഹായിക്കണമേ എന്ന് ദൈവസന്നിധിയിൽ ഏറ്റുപറയുക, സമർപ്പിക്കുക. പ്രിയപ്പെട്ടവരെ, അങ്ങനെ നാം വിശ്വസിച്ച് ഏറ്റുപറഞ്ഞാൽ യേശു നമ്മുടെ സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കും, നമ്മെ നീതീകരിക്കും. അതേ, യേശുവിൻ്റെ രക്തം നമ്മെ കഴുകും. പ്രിയപ്പെട്ടവരെ, ഇത്ര വലിയ രക്ഷയെ ഗണ്യമാക്കാതെ പോകരുത്. നമ്മുടെ രക്ഷകനാണ് യേശു, നമ്മുടെ വീണ്ടെടുപ്പുകാരനാണ് യേശു. യേശു എത്ര നല്ലവനാണ്. ഇന്ന് ഈ സന്ദേശം, ഈ സുവിശേഷം നിങ്ങൾ ആദ്യമായിട്ടാണ് കേൾക്കുന്നതെങ്കിൽ ഈ വചനം നിങ്ങളെ രക്ഷിക്കും. ഈ വചനം നിങ്ങളുടെ ശിക്ഷാവിധിയെ എടുത്തു മാറ്റും. യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് നിത്യജീവനുണ്ട്. യേശുവിനെ നിങ്ങൾ അറിയാതെ പോയാൽ നിങ്ങൾ നിങ്ങളുടെ പാപങ്ങളിൽ മരിക്കും. ആ മരണം ഈ ഭൂമിയിലെ ശരീരത്തിൽ നിന്നുള്ളൊരു വേർപാട് മാത്രമായിരിക്കുകയില്ല.
അത് നിത്യമരണമായിരിക്കും. എന്നാൽ ഇന്ന് പകൽ നിങ്ങൾ യേശുവിൽ വിശ്വസിച്ചാൽ നിങ്ങൾ വിശ്വാസത്തിൽ മരിക്കും. അന്ത്യകാഹളനാദം ധ്വനിക്കുമ്പോൾ ക്രിസ്തുവിൽ മരിച്ച നിങ്ങൾ അക്ഷയരായി ഉയർത്തെഴുന്നേൽക്കും. നിത്യജീവനിലേക്ക്, നിത്യ യുഗായുഗങ്ങൾ യേശുവിനോട് കൂടെ. സുവിശേഷത്തിൽ വിശ്വസിക്കുക. സുവിശേഷം നമ്മെ രക്ഷിക്കും. വചനത്തോട് പ്രതികരിക്കാം. ദൈവം നമ്മെ ഓരോരുത്തരെയും ഈ പകൽ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.